ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രേസൽ വേർബ്സ് നോക്കാം കേട്ടോ. വൊക്കാബുലറി പാർട്ടിലെ ഫ്രേസൽ വേർബ്സ്. നമ്മളെപ്പോഴും നമ്മുടെ ഇതിൽ വൊക്കാബുലറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് അല്ലെങ്കിൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഏരിയ ആണ് ഫ്രേസൽ വേർബ്സ്. കൂടാനും കുറയാനും കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ഇഡിയംസ് ഒക്കെ പോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആണ് നമ്മുടെ ഫ്രേസൽ വേർബ്സ്. ഇഡിയംസിനെക്കാളും ഒരു പക്ഷേ ഫ്രേസൽ വേർബ്സ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രേസ് ആക്ച്വലി ഒരു ഫ്രേസ് ആണ്, അതിലൊരു വേർബ് ഉണ്ടാവും. ഫ്രേസ് വേർബ്സ് അറിയാലോ, അതാണ് ഫ്രേസൽ വേർബ്സ്. ഒരു ഫ്രേസ് ആണ്, അതായത് ഒന്നിൽ അധികം വേർഡ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്നെ ഫ്രേസൽ വേർബ്സ് എന്ന് വിളിക്കുക. അതിലൊരു വേർബും ഉണ്ടാവും. മെയിൻലി ഫ്രേസൽ വേർബ് ഒരു ഫ്രേസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യം പോലെ അതിലൊരു ബേസ് വേർബ്, എപ്പോഴും ഒരു ഫ്രേസൽ വേർബിൽ ഒരു ബേസ് വേർബ് ഉണ്ടാവും. അതാണ് എൻ്റെ മെയിൻ സാധനം കേട്ടോ. ഒരു ബേസ് വേർബാണ് എൻ്റെ മെയിൻ കണ്ടന്റ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വേർബ് ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ രണ്ടും വരാം. പ്രൊപ്പോസിഷൻ പ്ലസ് അഡ്വേർബ് വരാം, ഓർ പ്രൊപ്പോസിഷൻ മാത്രം വരാം, ഓർ അഡ്വേർബ് മാത്രം വരാം. ഇതിൽ ഏത് വന്നാലും ഫ്രേസൽ വേർബായി. ഫ്രേസൽ വേർബ് ഒരു ഫ്രേസ്, കാര്യം ഞാൻ പറഞ്ഞു, ഒന്നല്ല രണ്ടോ രണ്ടിലധികമോ വേർഡ്സ് കൂടിച്ചേരുന്നതിനെ ഫ്രേസ് എന്ന് വിളിക്കുക അല്ലേ. പ്രത്യേകിച്ച് അതിനൊരു മീനിങ് ഉണ്ടാവില്ല, പക്ഷേ കൂടിച്ചേരുമ്പോൾ ഒരു മീനിങ് വരും. ഫ്രേസൽ വേർബിന് മീനിങ് ഉണ്ട് കേട്ടോ. എല്ലാ ഫ്രേസൽ വേർബിന് മീനിങ് ഉണ്ട്, കാര്യം വേർബിനൊരു ബേസിക് മീനിങ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ബേസ് വേർബ് പ്ലസ് പ്രൊപ്പോസിഷൻ, അല്ലെങ്കിൽ ഒരു ബേസ് വേർബ് പ്ലസ് അഡ്വേർബ്, അതും അല്ലെങ്കിൽ ഒരു ബേസ് വേർബ് പ്ലസ് പ്രൊപ്പോസിഷൻ ആൻഡ് അഡ്വേർബ്, അതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് വിളിക്കുക. ഇനി ഫ്രേസൽ വേർബുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഫ്രേസൽ വേർബിന് തന്നെ പല മീനിങ്ങുകൾ ഉണ്ടാവും. ഒരു ഫ്രേസൽ വേർബിന് തന്നെ പല മീനിങ്ങുകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, പലപ്പോഴും നമ്മളോട് പേസ് ചോദിക്കുന്ന അത് കണ്ടിട്ടുണ്ടോ അറിയാം, സെൻറ്റൻസിൽ എങ്ങനെയാണോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്രേസൽ വേർബ് അത് കണ്ടുപിടിക്കുക, ആ മീനിങ് കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കാറ്. അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. ഒന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് മീനിങ് കണ്ടുപിടിക്കാം, മീനിങ് ഓഫ് ദ ഫ്രേസൽ വേർബ്. ഇനി അതും അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഒന്ന് ഇത് ചെയ്യുക, റിപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിത്ത് എ ഫ്രേസൽ വേർബ്. അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരാം. പലതരത്തിൽ ചോദ്യങ്ങൾ വരാമല്ലോ, അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിതിൽ ഞാൻ ഇന്ന് നിങ്ങളെ വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഫ്രേസൽ വേർബുകളാണ് കേട്ടോ. അതല്ലാതെ കുറേ ഉണ്ട് ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ അനന്തധാരയായിട്ടുണ്ട്. നമുക്കിപ്പോൾ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിടാം. അത് കഴിഞ്ഞിട്ട് ആൻഡ് കുറച്ച് ഫ്രേസൽ വേർബ്സും പഠിച്ചു വിടാം, അതിൻ്റെ യൂസേജസ് പഠിച്ചു വിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീടുള്ള സെഷൻസ് വരുമ്പോൾ ഗ്രാമർ പാർട്ട് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും റിവിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വൊക്കാബുലറി പാർട്ടിൽ ബാക്കി വീണ്ടും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാനുള്ളൊരു അവസരമുണ്ട് കേട്ടോ. സോ വിൽ സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, മേക്കപ്പ് ഫോറും മേക്കപ്പും രണ്ട് ഫ്രേസൽ വേർബുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താണേ. ഈ മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ആണ്. അത് മാത്രമല്ല, ഈ മേക്കപ്പിൻ്റെ മീനിങ് അല്ല മേക്കപ്പ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു കോണ്ടെക്സ്റ്റിൽ. രണ്ടിനും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്, രണ്ടിനും രണ്ട് മീനിങ് ആണ്. മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യം കോമ്പൻസേറ്റ് ചെയ്യുക, അതിനെയാണ് മേക്കപ്പ് ഫോർ എന്ന് പറയാം. ആഫ്റ്റർ നോക്കിയ ഒരു എക്സാമ്പിൾ, ആഫ്റ്റർ ഹെർ ലോങ് ഇൽനെസ്, ഒരുപാട് നാളത്തെ കുറേ നാൾ കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ വലിയൊരു അസുഖമായിരുന്ന ശേഷം ഷീ ഈസ് ട്രൈയിങ് ടു മേക്കപ്പ് ഫോർ ഹെർ ഡെഫിഷ്യൻസി ഇൻ ഹെൽത്ത്. ഇപ്പോൾ അവളുടെ ഹെൽത്തിൻ്റെ ആ ഇൻസഫിഷ്യൻസി, ഇനാഡിക്വസി അവൾ എന്ത് ചെയ്യാണ്, ആ ബുദ്ധിമുട്ടുകളെ അവളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സംതിങ് മേക്കപ്പ്. ഐ വിൽ മേക്കപ്പ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ, അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത്, നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുഴപ്പമില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കാം, അത് ഞാൻ ഐ വിൽ മേക്കപ്പ് ഫോർ യു, അല്ലെ, ഐ വിൽ മേക്കപ്പ് ഫോർ ദാറ്റ്, ഞാൻ അതിന് വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് നമ്മൾ പറയാറില്ലേ. ആ സാധനമാണ് മേക്കപ്പ് ഫോർ കേട്ടോ. അതാണ് മേക്കപ്പ് ഫോർ, ഓർത്ത് വെച്ചോണേ. എന്നാൽ മേക്കപ്പിന് വേറെ അർത്ഥമുണ്ട്. എന്നാ അറിയോ, ദേ മെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടിയായിരുന്നു, അടിച്ച് പിരിഞ്ഞ സമയത്ത് ദേ മെയ്ഡ് അപ്പ് മീൻസ് ദേ കെയിം ടു കോംപ്രമൈസ്. വന്നു, അവരെന്ത് ചെയ്തു, കോംപ്രമൈസിലായി. ദേ എൻഡ് ദ ക്വാറൽ, ദേ മെയ്ഡ് പീസ് അല്ലേ. എന്ത് ചെയ്തു, മേക്കപ്പ് ചെയ്തു എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു, അവർ പീസ്, ദേ മെയ്ഡ് പീസ് കേട്ടോ. അവരവസാനം അവർ എന്ത് ചെയ്തു, ദേ മേക്കപ്പ് എന്ന് പറയുമ്പോൾ, ദേ മെയ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, മേക്ക് പീസ്, സമാധാനത്തിൽ വന്നു അല്ലേ, അങ്ങനെ ഐക്യത്തിൽ വന്നു. വഴക്കായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് അല്ലെ,
അടിക്കായിട്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്ത് ആ ക്വാറൽ എൻഡ് ചെയ്യുക, ആ ഫൈറ്റ് എൻഡ് ചെയ്യുക ആൻഡ് കോംപ്രമൈസ് ചെയ്ത് വരിക. അതിനെയാണ് മേക്കപ്പ് ചെയ്യുക അല്ലേ. മേക്ക് പീസ് ഓർ കോംപ്രമൈസ് ചെയ്യുക, അതിനെയാണ് എന്താ പറയുക. കോംപ്രമൈസിന് രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് ഐ ആം നോട്ട് ഗോയിങ് ടു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊട്ടും കുറവ് വരുത്തില്ല എന്ന് പറയില്ല, ആ ഒരു കുറവ് വരുത്തലുണ്ട് കോംപ്രമൈസ്. മറ്റേ കോംപ്രമൈസ് ഇല്ല, നമ്മുടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുക, ആ കോംപ്രമൈസും ഈ കോംപ്രമൈസും രണ്ടാട്ടോ. ഈ കോംപ്രമൈസ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്ന സംഭവം. വേറെ മേക്കപ്പിന് ഒരു അർത്ഥമുണ്ട്, ദാറ്റ് ഈസ് കമ്പോസ്. മേക്കപ്പിൻ്റെ അർത്ഥം എന്താ? കമ്പോസ്. പിന്നെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം നമ്മൾ പറയും ഇവിടെ മേക്കപ്പ് ഇട്ടു എന്നൊക്കെ പറയില്ലേ, നമ്മളെ ഒന്ന് മിനുക്കി എന്നർത്ഥം കൂടെ മേക്കപ്പിനുണ്ട്. ആ അർത്ഥം പൊതുവെ വരാറില്ല. ഈ രണ്ടർത്ഥങ്ങൾ ചോദിക്കാറുണ്ട് പൊതുവെ, കാരണം രണ്ടും പെട്ടെന്ന് ഗസ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. മേക്കപ്പിനർത്ഥം കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കംപ്രൈസ് ചെയ്യുക, അത് കൂടിച്ചേരുക അല്ലേ. ഇത്ര കൂടിച്ചേർന്നാൽ ഇത്ര രൂപയാവും, എൻ്റെ ഇത്ര ഫണ്ട് ഞാൻ കൂട്ടിച്ചേർത്താൽ എനിക്കൊരു വീട് വെക്കാനുള്ള പൈസ കിട്ടും അല്ലേ. മൈ സാലറി or my salary for 10 years or നമ്മൾ പറയില്ലേ my remuneration for 10 years will make up for a car, will make up for buying a car or for buying a house എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ സാധനം, എൻ്റെ 10 വർഷത്തിൽ കൊണ്ട് എനിക്കൊരു വീട് വെക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് കമ്പോസ് ചെയ്യുക, കംപ്രൈസ് ചെയ്യുക എന്നർത്ഥമാണ് എന്തിന്, നമ്മുടെ മേക്കപ്പിന്. കംപ്രൈസ് ചെയ്യുക അറിയാലേ, കംപ്രൈസ് ചെയ്യുക, കൂട്ടിച്ചേരുമ്പോൾ ഇത്രയും രൂപയാവും എന്നുള്ള അർത്ഥത്തിലാണേ, ഓർത്ത് വെച്ചോ. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, യു ഷുഡ് മേക്ക് എൻ എഫേർട്ട് ടു മേക്ക് അപ്പ് വിത്ത് യുവർ ഫ്രണ്ട്. എടാ ഒരു വഴക്കൊക്കെ കളഞ്ഞൊന്ന് എഫേർട്ട് ഇട്ടേ, ഒന്ന് പീസ് മേക്ക് ചെയ്തേ എന്ന് പറയും അല്ലേ. ആ ഒരു അർത്ഥം നോക്കിയോ. അടുത്ത് വേറൊന്നും പറയാം. ദിസ് ഷെയർ ഓർ യുവർ ഷെയർ, അതാണ്. നോക്കാം, യോർ ഷെയർ ഇൻ ദ കമ്പനി മേക്സ് അപ്പ് 30% ഓഫ് ദി ടോട്ടൽ. മൊത്തം ടോട്ടലിൻ്റെ ഇത്രയും കമ്പോസ് ചെയ്യുന്നത് നിന്റെ ഷെയർ ആണ് എന്ന് പറയണം. സോ ദാറ്റ് മീൻസ് ഇത്രയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. കംപ്രൈസും അതുപോലെ കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ. ഇത്ര നിന്റെ 30%, നിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 30% കമ്പനിയുടെ ടോട്ടലിൻ്റെ ഉൾക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാം. ആ ഉൾക്കൊള്ളുക, അതാണ് കേട്ടോ അർത്ഥം മേക്കപ്പിന് പറയുന്നത്. മേക്കപ്പിന് 3 അർത്ഥം ഇപ്പം നമ്മൾ പറഞ്ഞു. ഒന്ന് മിനുക്കുക അല്ലേ, ബ്യൂട്ടിഫൈ ചെയ്യുക. രണ്ടാമത്തത് അല്ലേ, മേക്ക് ഓൾട്രേഷൻസ്, മേക്ക് ബ്യൂട്ടിഫൈ യോർ സെൽഫ് ഓർ ബ്യൂട്ടിഫൈ. പിന്നെ മേക്ക് പീസ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കംപ്രൈസ് ചെയ്യുക, കമ്പോസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം വരും. കാര്യം കൃത്യമല്ലോ. അതാണ് നമുക്ക് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ ഫ്രേസൽ വേർബുകളുണ്ട്. മേക്ക് വെച്ചിട്ട് കുറേ ഫ്രേസൽ വേർബുണ്ട്, നമുക്ക് അതിലോട്ട് നോക്കാം കേട്ടോ. ആൻഡ് അടുത്തത് ഇസ് മേക്ക് ഔട്ട് ചെയ്യുക. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക, ഡെസിഫർ ചെയ്യുക എന്ന് പറയും കേട്ടോ. മേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെസിഫർ ചെയ്യുക, DECIPHER, ഡെസിഫർ. ഡെസിഫർ ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അതാണ് ഒരർത്ഥം ഓഫ് മേക്ക് ഔട്ട് കേട്ടോ, ഒരർത്ഥം ഓഫ് മേക്ക് ഔട്ട്. അത് ചിലപ്പോൾ ഞാൻ ഈ സെയിം അല്ലേ, അപ്പം അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓർ ഡെസിഫർ, അതാണ് അതിൻ്റെ അർത്ഥം ഒന്ന്. അതല്ലാതെ അതിൻ്റെ മറ്റൊരു അർത്ഥം ഇസ് മേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. കിസ് ചെയ്യുക, മേക്ക് ഔട്ട്. ദേ ആർ മേക്കിംഗ് ഔട്ട് ഇൻ ദ പബ്ലിക്. അവരുടെ ചുമ്മാ അവരെന്താണ്, ദേ ആർ മേക്കിംഗ് ഔട്ട് ഇൻ ദ പബ്ലിക്. ലുക്ക് അറ്റ് ദം അല്ലേ, ലുക്ക് അറ്റ് ദം നമ്മൾ ചില സമയത്ത് പറയില്ലേ. Look.
ദേ ആർ മേക്കിംഗ് ഔട്ട് ഇൻ ദ പബ്ലിക് അല്ലേ. നമ്മൾ നോർമലി നമ്മുടെ നാട്ടിൽ അല്ലേ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് പോയാലൊക്കെ നമ്മളൊരു മോറൽ പോലീസിങ് പറയുന്നു അല്ലേ. സോ ദേ ആർ മേക്കിംഗ് ഔട്ട് ഇൻ ദ പബ്ലിക്. അവർ ഓക്കെ കളർ സെറ്റ് ആവുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഒരർത്ഥം. അടുത്ത് നോക്കിയേ, ദ പോലീസ് കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ കോഡഡ് മെസ്സേജ്. കോഡഡ് മെസ്സേജ് പോലീസിന് ഡെസിഫർ ചെയ്തെടുക്കാൻ അല്ലേ, അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലീസിന് മനസ്സിലായില്ല. പോലീസിന് എന്തിനും പറ്റിയില്ല, കോഡ് മെസ്സേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഡെസിഫർ ചെയ്യാൻ പറ്റിയില്ല അല്ലേ. കണ്ടുപിടിക്കുക അതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഓർ ഡെസിഫർ ചെയ്യുക. ഒരു കാര്യത്തിൻ്റെ മീനിങ്ങിന് നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിക്കുന്നത് ഡെസിഫർ ചെയ്യുക എന്ന് പറയാം. അതിനെയാണ് നമ്മൾ മേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസ് ലോബ് കൊണ്ട് ഉപയോഗിക്കുക. ഫ്രേസ് ലോബിന് രണ്ടർത്ഥം വന്നല്ലോ ഈ മേക്ക് ഔട്ടിൻ്റെ. ഒന്ന് കിസ് ചെയ്യുക, രണ്ടാമത് മേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ഒരു ഡെസിഫർ. മറക്കല്ല കേട്ടോ, ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അടുത്തത് മേക്ക് ഓവർ. മേക്ക് ഓവറിൻ്റെ അർത്ഥം എന്നാ, ഐ എം ഗോയിങ് ടു മേക്ക് ഓവർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം, ഐ എം ഗോയിങ് ടു കൺവേർട്ട് ഇറ്റ്, ഐ എം ഗോയിങ് ടു മേക്ക് ഓവർ ദിസ് ഇന്നാക്കാൻ പോവാം എന്നാ, കൺവേർട്ട് ചെയ്യാൻ പോവാം അല്ലേ. ചേഞ്ച് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക, അതിനാണ് മേക്ക് ഓവർ ഒന്ന് പറയാം. രണ്ടാമത്തെ എന്താ, ട്രാൻസ്ഫർ പൊസഷൻ. എനിക്കിപ്പോൾ ഒരു കാര്യം, എൻ്റെ ഒരു സ്വത്ത് ലൈക്ക് മൈ കാർ, മൈ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും അസെറ്റ്സ് അല്ലേ, അത് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ട്രാൻസ്ഫർ ദാറ്റ്. എൻ്റെ പൊസഷനാണ്, എൻ്റെ ഓണർഷിപ്പിലുള്ള സാധനം, അത് ഞാൻ മേക്ക് ഓവർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പോണോ, എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, ആർക്കോ കൊടുക്കുകയാണ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മൊത്തം കൈമാറ്റം അല്ലേ, അതാണ് മേക്ക് ഓവർ. അത് അപ്പം ഈ പറയുന്ന പോലെ മേക്ക് ഓവറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫർ നല്ല മേക്ക് ഓവർ, ഐ എം ഗോയിങ് ടു ഹാവ് എ മേക്ക് ഓവർ. നമ്മളതിനെ നൗണായിട്ട് ഉപയോഗിക്കുന്ന കേസുകൾ അറിയാമല്ലോ. ഈ മേക്ക് ഔട്ട് അല്ലാതെ മേക്ക് ഓവർ ഒക്കെ നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കുന്ന ഒരു കേസ് ഉണ്ട് കേട്ടോ. എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് കണ്ടിട്ടുണ്ടോ, അതെ ഇങ്ങനെ, ഡിഡ് യു ഹാവ് എ മേക്ക് ഓവർ ഇങ്ങനെ ഹൈഫനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈഫൻ ഇല്ലാതെ നമ്മൾ ഈ ഫ്രേസൽ വേർബുകൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്തായി, അത് നൗണായി മാറി കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, നൗണായിട്ട് ഉപയോഗിക്കുമെങ്കിൽ ഒരു നൗണിൻ്റെ എല്ലാം നമ്മൾ അല്ല, ഐ എം ഗോയിങ് ടു ഹാവ് എ മേക്ക് ഓവർ, ഒരു മേക്ക് ഓവർ, ഒരു ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായോ? എന്താ പറയുക, ആർട്ടിക്കിളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അതേസമയത്ത് വേർബിന് നമ്മൾ ആർട്ടിക്കിളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കില്ല. അതുകൊണ്ടാണ് മേക്ക് ഓവർ ആസ് എ ഫ്രേസൽ വേർബ് ഇസ് എ വേർബ് ആക്ച്വലി. അതിലൊരു മേക്ക് എന്ന വേർബ് ഉണ്ട്, അതുകൊണ്ട് അഡ്വേർബ് ആയിട്ടുള്ള ഓവർ എന്ന് പറയുന്ന അഡ്വേർബ് ഇട്ട് കൊടുത്തപ്പോൾ സെറ്റ്, അതൊരു ഫ്രേസൽ വേർബായി. നോക്കേ, സിൻസ് ഷീ ഹാഡ് നോ എയേഴ്സ്, അവൾക്ക് അനന്തരാവകാശികൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഷീ മെയ്ഡ് ഓവർ ഹർ ഹൗസ് ഇൻ ചാരിറ്റി. അവൾ എന്ത് ചെയ്തു, ചാരിറ്റിക്ക് കൊടുത്തത്. ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് ഡിസ്കഷൻ, കഴിഞ്ഞത്. ഇനി കൺവേർട്ട് ചെയ്യാൻ അർത്ഥമുണ്ടേ അല്ലേ, കൺവേർട്ട് ചെയ്യാൻ അർത്ഥമുണ്ട്. അല്ലാതെ ഞാൻ പറയാണ് മേക്ക് ഓവറിന് ചേഞ്ച് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക അല്ലേ, മേക്ക് ഓവർ ചെയ്യുക, ഐ എം ഗോയിങ് ടു മേക്ക് ഓവർ മൈ സെൽഫ്, ഞാൻ എന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. അത് വേറെ അർത്ഥം അല്ലേ. അതിന് നൗണ് ഞാൻ പറഞ്ഞു, മേക്ക് ഓവർ നടത്തി, ഒരു മേക്ക് ഓവർ ആണല്ലോ, ഇതൊരു കംപ്ലീറ്റ് മേക്ക് ഓവർ ഓഫ് ദ കമ്പനിയാണോ, കമ്പനി മൊത്തത്തിൽ അടിമുടി ഒന്ന് മാറിയല്ലോ അല്ലെ, പറയില്ല നമ്മൾ, കമ്പനിക്ക് മൊത്തത്തിൽ ഒരു മാറ്റം വന്നല്ലോ, ദിസ് ഇസ് എ കംപ്ലീറ്റ് മേക്ക് ഓവർ ഓഫ് ദ കമ്പനി എന്നൊക്കെ പറയില്ല, അതായത് ആ സാധനം. അപ്പം മേക്ക് ഓവറിന് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹൈഫനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാലും മതി. ഫ്രേസൽ വേർബുകൾക്ക് എപ്പോഴും ഗ്യാപ്പ് ഉണ്ടാവും. നോക്കിയാൽ മേക്ക്, ഗ്യാപ്പ്, ഓവർ കണ്ടോ ആ സാധനം. അപ്പോൾ ഇതാണ് ഫ്രേസൽ വേർബ് ആണോ നൗണാണോ ഇത് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടെ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം വൈൽ വി ആർ റൈറ്റിംഗ് എക്സാം എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കാര്യം ഇതാണ് എക്സാമിന് നമ്മളോട് എന്താ പറയുക, നമുക്ക് ട്രിക്കി ആയിട്ട് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. സോ അതൊന്ന് ശ്രദ്ധിച്ചോളൂല്ലോ. അടുത്തൊന്ന് നോക്കാം, ലുക്ക് ബാക്ക്. ഇനി ലുക്ക് വെച്ചിട്ടുള്ള ഓർത്ത് നോക്കാം. ലുക്ക് ബാക്ക് ഓൺ സംതിങ്, ലുക്ക് ബാക്ക് ഓൺ, വെൻ ഐ ലുക്ക് ബാക്ക് ഓൺ മൈ ചൈൽഡ്ഹുഡ്, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലേ, യു തിങ്ക് ഓഫ് ദ പാസ്റ്റ് അല്ലെ, നീ പഴമയെ പറ്റി ആലോചിക്കുമ്പോഴാണ് ലുക്ക് ബാക്ക് ഓൺ. പഴമയെ പറ്റി അല്ലെ, പണ്ടത്തെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിനാ ലുക്ക് ബാക്ക് ഓൺ. ദാറ്റ് മീൻസ് റിക്കോൾ അല്ലെ, റെമിനിസ് അല്ലെ, നമ്മൾ പറയില്ലേ റെമിനിസിങ് ദ പാസ്റ്റ് അല്ലെങ്കിൽ റിക്കോളിങ് ദ പാസ്റ്റ് അല്ലെ, തിങ്ക് ഓഫ് ദ പാസ്റ്റ്, റിക്കോൾ ചെയ്യാണ് അല്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലുക്ക് ബാക്ക് ഓൺ. റിക്കോൾ ചെയ്യുക അല്ലേ, നമ്മളൊന്ന് എന്താ പറയുക, യു ആർ റിക്കോളിങ് യുവർ പാസ്റ്റ്, അതിനെയാണ് റെമിനിസിങ് എന്നൊക്കെ പറയും. റെമിനിസിങ്ങിനൊരു വിട്ടുപോയി. നോക്കട്ടെ,
റെമിനിസിൻ്റെ സ്പെല്ലിംഗ് കൂടിയാണ് സെറ്റ് ചെയ്യട്ടെ. റെമിനിസ് റിക്കലക്ട് പാസ്റ്റ് ഇവൻസ് കേട്ടോ. ഞാൻ പറഞ്ഞേ സ്പെല്ലിംഗ് നോക്കിയാൻ വേണ്ടിയിട്ട്. അയ്യാ കറക്റ്റ് ആയിരുന്നു. റെമിനിസിങ് വേണ്ട, റെമിനിസ്. എക്സാക്ട്ലി, യെസ്. റെമിനിസിയ റിക്കോളിയ, സെയിം മീനിങ്. അടുത്ത് നോക്കുക, ഷീ ഓഫൺ ലുക്സ് ബാക്ക് ഓൺ ഹർ ഗോൾഡൻ പാസ്റ്റ്. അല്ലെ, പഴയ കാര്യങ്ങൾ, അവളുടെ പഴയ അല്ലെ ആ ഒരു എന്താ പറയുക, എന്ത് പറയുമല്ലോ, ആ ഒരു കാലഘട്ടത്തിലെ പറ്റി അവളിങ്ങനെ റിക്കോൾ ചെയ്യുക. ഷീ ഓഫൺ റിക്കോൾസ്, ഷീ ഓഫൺ ലുക്സ് ബാക്ക് ഓൺ ഹർ ഗോൾഡൻ പാസ്റ്റ്. അടുത്ത് നോക്കിയേ, ലുക്ക് അറ്റ് സമ്മൺ, ലുക്ക് അറ്റ് സമ്മൺ, ലുക്ക് അറ്റ് സംതിങ്. എന്താണ്? സീ കെയർഫുള്ളി, ഒരു കാര്യത്തിലൂടെ നമ്മൾ ലുക്ക് അറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് നോക്കിയത് ശരിക്കും. ഇത് കണ്ടൊരു സംശയമുണ്ട്, നീ ഒന്ന് നോക്കിയത്. ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് അറ്റ് ഇറ്റ്, ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് ഹിം, ലുക്ക് അറ്റ് ഹെർ ഒക്കെ നമ്മൾ പറയാം. എൻ്റെ ലുക്ക് അറ്റ് സംതിങ് മീൻസ് സീ കെയർഫുള്ളി, വരൂ കാണൂ, കറക്റ്റായിട്ട് നോക്കൂ. ദ ബോയ്സ് ആർ ലുക്കിംഗ് അറ്റ് ദ സ്കൈ, ഇതേ കുട്ടികൾ എന്തോ സ്കൈ, ആകാശം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ലുക്ക് അറ്റ് സംതിങ്, സീ സംതിങ് കെയർഫുള്ളി, ദാറ്റ്സ് ഇറ്റ്, ലുക്ക് അറ്റ് കേട്ടോ. അടുത്ത ഓക്കെ, ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ നമുക്കറിയാം. ഐ എം ഗോയിങ് ടു ലുക്ക് ആഫ്റ്റർ മൈ സിസ്റ്റേഴ്സ് നൗ. ഐ എം ഗോയിങ് ടു ലുക്ക് ആഫ്റ്റർ മൈ സിസ്റ്റേഴ്സ് നൗ ആസ് മൈ പേരൻസ് ആർ നോട്ട് ഹിയർ. എൻ്റെ പേരൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അനിയത്തിമാരെ നോക്കാനുണ്ടോ. ഐ എം ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റേഴ്സ്. അതാണ് ശുശ്രൂഷിക്കുക. ലുക്ക് ആഫ്റ്റർ സമ്മൺ, ശുശ്രൂഷിക്കുക, ടേക്ക് കെയർ ഓഫ് സമ്മൺ. അല്ലേ, ഇൻ ഹിസ് ഓൾഡ് ഏജ് ദർ വാസ് നോബഡി ടു ലുക്ക് ആഫ്റ്റർ ഹിം. അല്ലേ, നമ്മളെപ്പോഴും പറയില്ലേ, ഒരാളെ നോക്കുക, ശുശ്രൂഷിക്കുക, ആ അർത്ഥത്തിലാണ് എന്ത് പറയാ, ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലുക്ക് അപ്പോൺ. യെസ്, ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാം. ഐ ലുക്ക് അപ്പോൺ ദാറ്റ്. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലേ നമ്മൾ പറയില്ലേ, ഞാനത് നീ ഒന്ന് പരിഗണിക്കാം. വാട്ട് അബൌട്ട് മൈ പ്രപ്പോസൽ, വാട്ട് അബൌട്ട് മൈ പ്രോജക്റ്റ്, ക്യാൻ യു ലുക്ക് അപ്പോൺ ദാറ്റ്. അതിനൊന്ന് നോക്കാവോ, അതൊന്ന് കൺസിഡർ ചെയ്യാം, ഒന്ന് പരിഗണിക്കാമോ ഒക്കെ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ ടെൻഡർ അല്ലെങ്കിൽ എന്തൊരു ടെൻഡർ വിളിക്കുകയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കും, സാറേ അതൊന്ന് പരിഗണിക്കാമോ, എൻ്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കണേ, ലോണ് സാറേ എൻ്റെ ലോണൊന്ന് വേണമായിരുന്നു, ക്യാൻ യു ലുക്ക് അപ്പോൺ ദാറ്റ്. ഒന്ന് പരിഗണിക്കാനേ, റിഗാർഡ് ചെയ്യണേ, കൺസിഡർ ചെയ്യണേ, പരിഗണിക്കുക. ദാറ്റ് ഈസ് വാട്ട് റിഗാർഡ് അല്ലെങ്കിൽ കൺസിഡർ മീൻസ്. അല്ലേ, വി മസ്റ്റ് ലുക്ക് അപ്പോൺ സോഷ്യൽ ഈവിൾസ് ആസ് ന്യൂസൻസ്. നമ്മൾ എന്താ സോഷ്യൽ ഈവിൾസ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ, ഈവിൾസിനെ നമ്മൾ എന്തായിട്ട് കരുതപ്പെടണം? ഒരു ന്യൂസൻസ് ആയിട്ട്, അല്ലെ, ഒരു ദ്രോഹമായിട്ട് തന്നെ അതിനെ കരുതുക. സോഷ്യൽ ഈവിൾസ് മറ്റുള്ളവരെ, മനുഷ്യരെ മൊത്തത്തിൽ ഉപദ്രവിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള സാധനത്തിന് നമ്മൾ എന്തായിട്ട് കരുതണം? ഇതിനെ ഇതായിട്ട് കരുതണം. എന്താ പറയുക, കരുതുക, അല്ലേ, കരുതുക, അതാണ് എൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്, അതാണ് അപ്പം കാര്യങ്ങൾ. ഓക്കെ, വി മസ്റ്റ് ലുക്ക് അപ്പോൺ സോഷ്യൽ ഈവിൾസ് ആസ് ന്യൂസൻസ്. പിന്നെ നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്ത് പോട്ടോ. കാര്യം നമ്മളെപ്പോഴും എന്താ പറയുക, ഈ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, നമുക്ക് കുറച്ചധികം കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. കൺഫ്യൂഷനേക്കാളും കൂടുതൽ ബോറടിക്കും. അപ്പോൾ ലുക്ക് ആഫ്റ്റർ, പരിപാലിക്കുക. നിങ്ങൾക്ക് സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് പോയിക്കോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പഠിക്കുകയും ചെയ്യും. പരിപാലിക്കുക, ഇതാണ് മലയാളം മീനിങ്. പിന്നെ ഇതിന് നമ്മൾ എന്ത് പറയാം, വേറൊരു വേർഡ് കൂടെ പറയാം കേട്ടോ. ഇതിന് വേറൊരു വേർഡ് കൂടെ ഉണ്ട്, ടേക്ക് ഇൻ ടു അക്കൗണ്ട്. അല്ലേ, ഇതിൻ്റെ അതേ മീനിങ് വരുന്നതാണ്. ടേക്ക് സംതിങ് ഇൻ ടു, സംതിങ് ആണ് സംതിങ് ഷോർട്ട് ഫോം, ഇൻ ടു അക്കൗണ്ട്. ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട്. അത് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറയും മുഖവരയ്ക്ക് എടുക്കുക. അല്ലേ, ഞാനത് മുഖവരയ്ക്ക് എടുക്കാം എന്ന് വെച്ചാൽ ഞാനത് കൺസിഡർ ചെയ്യാം, ഞാനതിനെ പരിഗണിക്കാം, ഞാനത് മുഖവരയ്ക്ക് എടുക്കാം എന്ന് പറയില്ലേ, ആ സാധനം ടേക്ക് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഈ പരിഗണിക്കുക എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ? ഈ പരിഗണിക്കേണ്ട ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? പരിഗണിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് റൈറ്റ് ഓഫ്. കണ്ടില്ലെന്ന് നടിക്കുക അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്യുക. എന്താ അതിൻ്റെ അർത്ഥം? ഡിസ്റിഗാർഡ്, അവഗണിക്കുക. റിഗാർഡ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്റിഗാർഡ്. നെഗ്ലക്റ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ എന്താ പറയുക, അവഗണിക്കുക. അല്ലെ, മലയാളത്തിൽ പറഞ്ഞാൽ അവഗണിക്കുക. ഇത് പരിഗണിക്കുക, മറ്റേത് അവഗണിക്കുക. റൈറ്റ് ഓഫ് ചെയ്യുക, റൈറ്റ് ഓഫ് എഴുതി തള്ളുക. അല്ലേ, നമ്മൾ ഒരാളെ എഴുതി തള്ളുക. നമ്മൾ പറയില്ലേ, ദ ബാങ്ക് റോട്ട് ഓഫ് ദ ഡെറ്റ്സ് ഓഫ് ദി എന്താ പറയുക, വിക്ടിംസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഓർ വിക്ടിംസ് ഓഫ് വയനാട് കറ്റസ്ട്രഫി.
പറയില്ല നമ്മൾ, വയനാട് കാറ്റസ്ട്രഫി നടന്ന ആൾക്കാരുടെ കടങ്ങളെ ബാങ്കുകൾ എന്ത് ചെയ്തു, എഴുതി തള്ളി, റൈറ്റ് ഓഫ് ചെയ്തു. അതായത് അതിനകം കണ്ണടച്ച് വിട്ടു, ആ പോട്ടെ. അതെ, ദാറ്റ് ഈസ് റൈറ്റ് ഓഫ്. ലുക്കപ്പോൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ഓർത്ത് വെച്ചോണേ. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഫ്രേസ് വേർബുകൾ ചോദിക്കുന്ന മേഖലയെ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഓൺപ്പെടുക. ഈ മുഖവരിക്ക് എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഞാൻ ഒരിക്കൽ പറയാം, ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതുപോലത്തെ. യു ഷുഡ് ലുക്ക് അപ്പോൺ, അതായത് നിങ്ങളുടെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് പറയാം. അപ്പോൺ യോർ യു ഷുഡ് ലുക്ക് അപ്പോൺ യുവർ പാർട്ട്നേഴ്സ് ഒപ്പീനിയൻസ്. അല്ലേ, നമ്മുടെ പാർട്ട്നേഴ്സ്, അത് ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ, നമ്മുടെ റിലേഷൻഷിപ്പിലെ പാർട്ട്നേഴ്സ് ആണല്ലോ, എന്ത് ചെയ്യണം, മുഖവരിക്ക് എടുക്കണം. അല്ലേ, അവരുടെ ഒപ്പീനിയൻസിനെ നമ്മൾ പരിഗണിക്കണം. അതാണ് ഒരു, ദാറ്റ് ഈസ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അതൊരു പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ആണെങ്കിലും എന്തിനെ നമ്മൾ പരിഗണിക്കണം, അവരുടെ അല്ലേ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. ആണോ? അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, സോ ആ കാര്യം സെറ്റ്. അടുത്തോട്ട് പോട്ടോ. ലുക്ക് അപ്പ് ടു സമ്മൺ. ഒരാളെ ലുക്ക് അപ്പ് ടു, അല്ലേ, നമ്മളൊരാളെ മുകളിലെ തട്ടിൽ വെച്ച് അവരെ ഇങ്ങനെ നമ്മൾ ആരാധിക്കില്ല, അഡോർ ചെയ്യുക. യു റെസ്പെക്ട് എ പേഴ്സൺ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലുക്ക് അപ്പോൺ സമ്മൺ. ഓഹ്, ഐ ലുക്ക് അപ്പോൺ ഹിം ഫോർ ക്ലാരിറ്റി, ഓർ ഐ ലുക്ക് അപ്പോൺ ഹിം ഫോർ സജഷൻസ്. എന്തെങ്കിലും സജഷന് വേണ്ടി ഞാൻ അങ്ങേരെ ലുക്ക് അപ്പോൺ ചെയ്യാറുണ്ട്. ഐ റെസ്പെക്ട് ഹിം ഫോർ സജഷൻസ്. ലുക്ക് അപ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മളങ്ങ് എന്താ പറയുക, അങ്ങ് അഡോർ ചെയ്യുക പറയില്ലേ, ആരാധിക്കുക പറയില്ലേ, അതിനെയാണ്. ആക്ച്വലി യു റെസ്പെക്ട് എ പേഴ്സൺ ആൻഡ് യു ഗിവ് ദം പ്രയോറിറ്റി. അവർക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരെ നമ്മളങ്ങ് റെസ്പെക്റ്റ് ആരാധിക്കുന്നതിനെയാണ്, അഡോർ ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയുക, ലുക്ക് അപ്പോൺ എന്ന് പറയാം കേട്ടോ. അഡോർ ഓർ ആരാധിക്കാം. ലുക്ക് അപ്പോണിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാം? ലുക്ക് അപ്പോണിൻ്റെ ഓപ്പോസിറ്റ് ലുക്ക് ഡൗൺ ഓൺ സമ്മൺ. ഓപ്പോസിറ്റ് ആണ് ലുക്ക് ഡൗൺ ഓൺ. ലുക്ക് അപ്പ് ടു, ലുക്ക് ഡൗൺ ഓൺ. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ താഴ്ത്തിക്കിട്ടാണ്. കൺസിഡർ സംബഡി ഇൻഫീരിയർ കേട്ടോ. അതായത് കൺസിഡർ ഒരാളെ നമ്മൾ ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ ഒരാളെ വളരെ അധികമായിട്ട് താഴ്ത്തിക്കിട്ടാണെങ്കിൽ നമുക്ക് പറയാം, അതിനെ നമുക്ക് വിളിക്കാം ലുക്ക് ഡൗൺ ഓൺ എന്ന് പറയാം. അത് നമ്മൾ ലുക്ക് ഡൗൺ ഓൺ എന്ന് വിളിക്കേ. ലുക്ക് അപ്പോൺ, ലുക്ക് അപ്പോൺ അല്ല, ലുക്ക് അപ്പ് ടു സംതിങ് ഓർ ലുക്ക് അപ്പ് ടു സംബഡി റെസ്പെക്ട് ചെയ്യുന്നു. ലുക്ക് ഡൗൺ ഓൺ, നമ്മൾ അവരെ ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കുന്നു. നോക്കാം, ഹിസ് യങ്ങർ ബ്രദർ ലുക്സ് അപ്പ് ടു ഹിം ആൻഡ് ഒബേയ്സ് ഹിസ് എവറി ഓർഡർ. എന്തുകൊണ്ടാ? അവൻ്റെ യങ്ങർ ബ്രദർ അവനെ വളരെ ഒരു വലിയ ആളായിട്ടാണ് കാണുന്നത്. സോ ഹി റെസ്പെക്ട്സ് ഹിം ആൻഡ് അവൻ്റെ ഓർഡറുകളെല്ലാം അതുപോലെ പാലിക്കും. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പുച്ഛുക, അല്ലേ, നമ്മൾ അവരെ അങ്ങോട്ട് തള്ളി നമ്മളെക്കാളും താഴ്ത്തി കിട്ടും, അല്ലേ. നമുക്ക് നോക്കാം, എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. Homeowners usually look down on plumbers. ലുക്ക് ഡൗൺ അറിയാലോ എന്താണ്? പുച്ഛിക്കുക, അല്ലേ, പുച്ഛിക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് എന്താ പറയുക, ഇതായിട്ടാണ് കാണാറ്, താഴെത്തട്ടിലുള്ള ആൾക്കാരായിട്ട് കാണാറ് നോർമൽ കേസിൽ, അല്ലേ. ചില ആൾക്കാർക്ക്, വീടുള്ളവർക്ക് പ്ലംബേഴ്സിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. സോ ആ ഒരു കാര്യം, ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അടുത്ത ലുക്ക് ഔട്ട്, ശ്രദ്ധിക്കണേ, അല്ലേ. ലുക്ക് ഔട്ട്, വാച്ച് വോ യു ഗോയിങ്. ചില സമയത്ത് വണ്ടി കൊണ്ട് ചില പിള്ളേരൊക്കെ പോകുന്ന കാണുമ്പോൾ, അല്ലേ, ചില പിള്ളേർ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ പൊന്ന് എന്നെ പോക്കായത്, ലുക്ക് ഔട്ട്, വാച്ച് ഔട്ട് പറയില്ലേ, ശ്രദ്ധിക്കണേ.
ശ്രദ്ധിച്ചോടിക്കുക എന്നൊക്കെ പറയില്ല, ആ സാധനം. ലുക്ക് ഔട്ട്, വാച്ച് ഔട്ട്, ബിവെയർ അല്ലെ, ശ്രദ്ധിക്കൂ അല്ലെ, ശ്രദ്ധിക്കൂ അമ്പാനെ, ആ സാധനം ലുക്ക് ഔട്ട്. ഹേയ് ലുക്ക് ഔട്ട്, ഐ സോ എ സ്നേക്ക് അണ്ടർ ദ ബുഷ്. ശ്രദ്ധിക്കണേ, അവിടെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് അവിടെ ഒരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ബി അലേർട്ട്, അതിൻ്റെ അർത്ഥം എന്നാ, ബി അലേർട്ട്, ഒന്ന് അലേർട്ട് ആയിക്കോണേ. ഇവിടെ ഒരു പാമ്പിനെ കണ്ടാണ് കേട്ടോ നേരത്തെ. ബി അലേർട്ട് ഓർ ബി കെയർഫുൾ, ബി വിജിലന്റ്, അങ്ങനെ 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 പോകും. ദാറ്റ്സ് ലുക്ക് ഔട്ട് അല്ലേ, നമ്മുടെ നാട്ടിൽ പറയാറുള്ളൊരു യൂസേജാണ്. സോ അത് ഭയങ്കര കോമൺ ആണല്ലോ. യെസ്, ക്ലിയർ. അടുത്തത് നോക്കാം. ലുക്ക് ഓവർ. ലുക്ക് ഓവർ ചെയ്യാന്ന് വെച്ചാൽ എക്സാമിൻ കെയർഫുള്ളി, പരിശോധിക്കുക, കെയർഫുൾ ആയിട്ട് പരിശോധിക്കുക, അതിനാണ് ലുക്ക് ഓവർ സംതിങ്. ഐ എം ഗോയിങ് ടു ലുക്ക് ഓവർ യുവർ ആൻസർ ഷീറ്റ് വൺസ് അഗൈൻ. ഞാൻ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് നോക്കട്ടെ കേട്ടോ. അതായത് ഒരു കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യുക, എസ്പെഷ്യലി നമ്മൾ ഈ അക്കാഡമിക് ഫീൽഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും ഒന്ന് പുനർപരിശോധന എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കേട്ടിട്ടില്ലേ, അത് ഈ പരിശോധന ഈ ലുക്ക് ഓവർ ആണ് കേട്ടോ. The examiner has yet to look over the practical record books. വീണ്ടും അല്ലേ. അടുത്ത ലുക്ക് ടു എന്താ, ലുക്ക് ടു സംതിങ്, ലുക്ക് ടു കേട്ടുണ്ടോ, ലുക്ക് ടു കേട്ട് പരിചയമുള്ള വാക്കാണോ. ലുക്ക് ടു എന്ന് പറഞ്ഞാൽ, അപ്പൊ ലുക്ക് ഓവറിന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുക, അതാട്ടോ അർത്ഥം, സൂക്ഷ്മമായി പരിശോധിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിന് തന്നെ വേറൊരു യൂസ് പറയും, ഗോ ഓവർ, ലെറ്റ് മീ ഗോ ഓവർ ദാറ്റ് വൺസ് അഗൈൻ, ഞാൻ അതൊന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എന്ന് പറയില്ലേ. അതായത് ഗോ ഓവർ, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും, മലയാളത്തിൽ പറയും സൂക്ഷ്മമായി പരിശോധിക്കുക. സൂക്ഷ്മമായി പരിശോധിക്കുക. ക്ലിയർ അല്ലേ മലയാളത്തില്? സൂക്ഷ്മമായി പരിശോധിക്കുക. യെസ്, അതാണ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് സാധനം. ഇനി നോക്കിയ ലുക്ക് ടു ഇസ് റിലൈ അപ്പോൺ. റിലൈ അപ്പോൺ ഡിപ്പെൻഡ് ചെയ്യുക. റിലൈ അപ്പോൺ, ഒരാളെ റിലൈ അപ്പോൺ ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യണം, ആശ്രയിക്കുക. ദാറ്റ്സ് ഇറ്റ്. ദ പുവർ ലുക്ക് ടു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെന്റ് അല്ലേ. പുവർ ലുക്ക് ടു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ലുക്ക് ടു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ലുക്ക് ടു എന്ത് ലുക്ക് ടു ചെയ്യും, ഫിനാൻഷ്യൽ സപ്പോർട്ട് ലുക്ക് ചെയ്യും. എവിടെ നിന്ന്? ഗവൺമെന്റിൻ്റെ കയ്യിൽ നിന്ന്. സോ ലുക്ക് ടു മീൻസ് റിലൈ അപ്പോൺ, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ അല്ലെ, ഡിപ്പെൻഡ് ഓൺ ചെയ്യുക, റിലൈ ഓൺ ചെയ്യുക, ആശ്രയിക്കുക. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ, അതിനാണ് നമ്മൾ പറയാം. ശ്രദ്ധിച്ചോണം. അടുത്ത ലുക്ക് ഇൻ ടു. നോക്കണേ, ലുക്ക് ഓവർ ലുക്ക് ഇൻ ടു എപ്പോഴും മാറിപ്പോയി. ലുക്ക് ഇൻ ടു, ലുക്ക് ഓവർ സൂക്ഷ്മമായി പരിശോധിക്കാം. ലുക്ക് ഇൻ ടു പറയുന്നതും പരിശോധന ഒക്കെ തന്നെയാണ്. പരിശോധന മീൻസ് ഇതാണ് തന്നെ, പക്ഷെ വ്യത്യാസം മീൻസ് അന്വേഷണമാണ് അത്. ലുക്ക് ഇൻ ടു ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. അതിനെ ഒന്ന് ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദ മാറ്റർ കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഇവിടെ ഇന്ന വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ നമ്മളെന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ നമ്മളോട് ആൾക്കാർ പറയാറില്ല, ഞാൻ ഒന്നുകൂടി എനിക്ക് ഇതിനെപ്പറ്റി അത്ര കെയർഫുള്ളായിട്ട് അറിയില്ല, ഐ മീൻ ക്ലിയർ ആയിട്ട് അറിയില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദ മാറ്റർ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷണം പോലീസുകാർ തന്നെ അന്വേഷിക്കണമെന്നില്ല, നമ്മൾ അന്വേഷിക്കുന്ന കാര്യമാണ്. ലുക്ക് ഇൻ ടു സംതിങ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് സംതിങ്, മനസ്സിലായോ? ഇവിടെ അന്വേഷണം നടത്താണ്, എൻക്വയർ സംതിങ്, അതാണ് കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റ് എ മാറ്റർ ഓർ എൻക്വയർ സംതിങ്. നമ്മളൊരു കാര്യം എൻക്വയർ ചെയ്യുന്നതിനും പറയാം, എൻക്വയർ ചെയ്യുക ഓർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, രണ്ടും അല്ലെ. അന്വേഷിക്കുക, എൻക്വയറി ചെയ്യുമ്പോൾ അന്വേഷണം അല്ല, ആ രണ്ടുമാണേ. എന്നിട്ട് പറയാം ആ കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു ലുക്ക് ഇൻ ടു ദ മാറ്റർ. നമ്മൾ പറയില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന എങ്ങനെയാ, ഒരു കാര്യത്തെ പറ്റി നമ്മൾ അറിഞ്ഞു, ഇത് ഉള്ളതാണോ ഇതാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം നമുക്ക് അല്ലെ. അന്വേഷിക്കാൻ വേണ്ടി നമ്മളൊരു ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചു, ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ദാറ്റ്സ് ഇറ്റ്, അന്വേഷിക്കുക. പറയാന്ന് മനസ്സിലാവുമോ? അതിനെയാണ് നമ്മൾ ലുക്ക് ഇൻ ടു. ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദിസ് പ്രോജക്റ്റ് കെയർഫുള്ളി. ലെറ്റ് മീ ലുക്ക് ഇൻ ടു ദി എന്താ പറയുക, ലിസ്റ്റ് പ്രോപ്പർലി. ഞാൻ ലിസ്റ്റിനെ ഒന്നുകൂടെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ലുക്ക് ഫോർ സംതിങ്, സെർച്ച് അല്ലേ, സെർച്ച് ഫോർ എ ലോസ്റ്റ് തിങ്. കാണാതായ ഒരു കാര്യത്തെ നമ്മൾ അന്വേഷിക്കുന്നത് തന്നെയാണ്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരയുന്നത് തന്നെയാണ് നമ്മൾ പറയാം. ലുക്ക് ഫോർ ലുക്കിൻ്റെ രണ്ടാണ്. മറ്റേത് എന്തെങ്കിലും കാര്യത്തെ പറ്റി നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ മറ്റൊരു കാര്യത്തെ പറ്റി അന്വേഷിക്കുകയല്ല, നമ്മളൊരു കാര്യം നമ്മളെ നഷ്ടപ്പെട്ടു പോയി, അത് നമ്മൾ തിരയുകയാണ്. തിരയുക മലയാളത്തിൽ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കി, ഹി വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് പേപ്പേഴ്സ്. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? അല്ല വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ് മീൻ നീ എന്തായി നോക്കണേ എന്ന് പറയും. തിരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, എന്നെ പറ്റി നീ എന്തായി നോക്കണേ? ഐ എം ലുക്കിംഗ് ഫോർ മൈ വാട്ട് ആർ യു, ഒരു എക്സാമ്പിൾ പറയാം. നോക്കിയോ, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ, what are you looking for, or what are you, ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, dash in the floor. കാണിച്ചു തരാം. ഓപ്ഷൻ എ, looking into, looking over, ഓക്കെ. ഇങ്ങനെയാ വരുന്നത് വിചാരിക്കാം. വാട്ട് ആർ യു ഡാഷ് ഇൻ ദ ഫ്ലോർ, ഓർ വാട്ട് ആർ യു ഡാഷ് ഇൻ ദി റോഡ്, ഓൺ അല്ല ഇൻ ദ റോഡ്, റോഡിൽ എന്ത് ചെയ്യുക നീ? നമ്മൾ എന്ത് പറയും ഇവിടെ? ക്വസ്റ്റ്യൻ വരുന്നല്ലേ, നമ്മളോട് ചിലപ്പോൾ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. മീനിങ് നമ്മളങ്ങ് എന്താ പറയുക, അനുമാനിച്ച് നമ്മളങ്ങ് പറയണം. ഓ സോറി, റെഡിങ്കിൽ എഴുതുന്നതിന് ക്ലാരിറ്റി ഇല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓ സോറി കേട്ടോ, ഞാനൊന്ന് മാറ്റാവേ, ഇത് കളർ മാറ്റാം. ഞാൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നേരെ റെഡ് ഇട്ടതാണേ. മാറ്റി തരാം. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ക്രോസ് മാർക്ക് കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി കേട്ടോ, ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആവും. ഞാൻ റെഡ് ഇട്ട് ഇത് ഓപ്പോസിറ്റ് ഇപ്പോൾ എഴുതുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതിയതാ കേട്ടോ. ഇതിൽ ഏത് ആൻസർ കിട്ടിയോ നോക്കാം. വാട്ട് ആർ യു ഡാഷ് ഇൻ ദ ഫ്ലോർ, ഫ്ലോറിൽ അല്ല നിലത്ത് നീ എന്ത്, ലുക്ക് ഇൻ ടു എന്താ അർത്ഥം? അന്വേഷിക്കുക. എന്താ അന്വേഷണം? ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കുകയാണ് അല്ലേ. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ നമ്മൾ എന്താ ഇത് ചെയ്യാണ്, എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുകയാണ് അല്ലേ. നമ്മളൊരിക്കലും ഫ്ലോറിൽ ഒരു സാധനം പരിശോധിക്കില്ല. പേപ്പർ പരിശോധിക്കുക പറയും, ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുക പറയും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണേ. പിന്നെ ലുക്ക് ഫോർ തരിക, ലുക്കിംഗ് അപ്പോൺ ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ. ലുക്ക് അപ്പോൺ ഡിപ്പെൻഡ് പോട്ടെ, ലുക്കിംഗ് അപ്പോൺ അല്ല ഡിപ്പെൻഡ്, ലുക്ക് ടു ആണ് ഡിപ്പെൻഡ്. ലുക്കിംഗ് അപ്പോൺ എന്തായിരുന്നു? കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക, മുഖവരിക്കെടുക്കുക. ഫ്ലോറിലിനെ മുഖവരിക്കെടുക്കുമല്ലോ നമ്മളൊരു കാര്യം അല്ലേ. നിന്റെ പ്രപ്പോസൽ ഞാൻ പരിഗണിക്കാം, നിന്റെ ഒപ്പീനിയൻ ഞാൻ പരിഗണിക്കാം, ആ പരിഗണന. ബട്ട് ദിസ് ഇസ് നോട്ട് ദാറ്റ് അല്ലേ. അപ്പോൾ ആൻസർ എന്തോ ഇവിടെ ലുക്കിംഗ് ഫോർ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ഇൻ ദ ബുഷ്? What are you looking for in the road? What are you looking for in the car? What are you looking for in the cupboard? അല്ലേ, നീ കബഡിൽ എന്നാ തിരയുന്നത്? ഇപ്പം തിരയാണ്. ഫ്ലോറിൽ എന്താ തിരയുന്നത് നീ അല്ലേ? എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടി തിരയാണ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്.
ഡിഫറൻസ് മനസ്സിലാക്കണേ. അടുത്തത്, അപ്പോൾ ലുക്ക് വെച്ചിട്ടുള്ള കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണ് സിറ്റ് ബാക്ക്. വാട്ട് ഇസ് സിറ്റ് ബാക്ക്? സിറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ജസ്റ്റ് സിറ്റ് ബാക്ക്, ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്യാന്നേ. സിറ്റ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുക, അതാണ് അർത്ഥം കേട്ടോ. ഒരു കാര്യത്തിൽ നമ്മൾ റിലാക്സ് ചെയ്യുക എന്നർത്ഥമാണ് സിറ്റ് ബാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ സമാധാനമായി, ഇനിയിപ്പോൾ ലെറ്റ് മീ സിറ്റ് ബാക്ക് ഫോർ എ വൈൽ, ഞാൻ ഒന്ന് കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒന്ന് ചാരി ഇരിക്കട്ടെ അല്ലേ. ഹി ബിലീവ്സ് ദാറ്റ് ഹി ഹാസ് എ റൈറ്റ് ടു സിറ്റ് ബാക്ക് വൈൽ അതേഴ്സ് ഷുഡ് വർക്ക് ഹാർഡ്. ചില ആൾക്കാർ അങ്ങനെയല്ലേ, ഞാൻ ഇത്ര ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഞാൻ റിലാക്സ് ചെയ്യട്ടെ, നിങ്ങൾ പണിയെടുക്കും അല്ലേ. സൂപ്പർവിഷൻ ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ആൾക്കാരില്ലേ. ഞാൻ എൻ്റെ അനിയത്തി എപ്പോഴും കളിയാക്കും, നീ സൂപ്പർവിഷൻ്റെ ആളാണ്, ഞങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ നീ ചുമ്മാ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് റിലാക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് സൂപ്പർവൈസ് ചെയ്യാന്നല്ല, സിറ്റ് ബാക്ക് റിലാക്സ് ചെയ്യുക. അടുത്ത സെൻഡ് ഫോർ. സെൻഡ് ഫോർ അല്ലേ, ഐ എം ഗോയിങ് ടു സെൻഡ് ഫോർ അല്ലേ, ഐ എം ഗോയിങ് ടു സെൻഡ് ഹിം ഫോർ ഇന്നത്, അവന് വേണ്ടി ഞാൻ വിളിക്കുക. ഒരാളെ വിളിക്കാൻ പറഞ്ഞയക്കുക, സമൺ ചെയ്യുക, ഒരാളെ വിളിക്കുക, സമൺ ചെയ്യുക. അതാണ് ഷീ സെൻഡ് ഫോർ എ ഡോക്ടർ വെൻ ഹർ ഹസ്ബൻഡ് ഫെൽ ഇൽ. സെൻഡ് ഫോർ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് എക്സാമിനൊക്കെ കേട്ടോ. അപ്പം സെൻഡ് ഫോർ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമൺ ചെയ്യുക, വിളിക്കുക അല്ലേ. ഒരാളെ നമ്മൾ വിളിക്കുക, ആളെ പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നതിനാണ് സമൺ ചെയ്യുക പറയുക. ഷീ സെൻഡ് ഫോർ എ ഡോക്ടർ വെൻ ഹർ ഹസ്ബൻഡ് ഫെൽ ഇൽ കേട്ടോ, ഓർത്തോളൂ. അടുത്തത് സെറ്റ് ഫോർത്ത് അല്ല സെറ്റ് ഔട്ട്. സെറ്റ് ഫോർത്തും സെറ്റ് ഔട്ട് ഒരേ മീനിങ് ആണ്. സെറ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെറ്റ് ഫോർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. സ്റ്റാർട്ട് ഓൺ എ ജേർണി, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക, ഇതാണ്. ദ കാരറ്റ്സ് ഓഫ് സെറ്റ് ഫോർത്ത് ഓർ ദ കാരറ്റ്സ് ഓഫ് സെറ്റ് ഔട്ട് ഇൻ ദ മോർണിംഗ് ഫോർ ട്രക്കിംഗ്. കാരറ്റ്സ് എല്ലാവരും കൂടെ എന്ത് ചെയ്തു, രാവിലെ മോർണിംഗിൽ തന്നെ യാത്ര ആരംഭിച്ചു ഫോർ ട്രക്കിംഗ്. ഓക്കെ, യാത്ര ആരംഭിക്കുന്നതിനാണ് സെറ്റ് ഫോർത്ത് അല്ലെ സെറ്റ് ഔട്ട് എന്ന് പറയാം കേട്ടോ, മറക്കണ്ട. അതേസമയത്ത് സെറ്റപ്പിൻ്റെ അർത്ഥം എസ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മൾ ഇന്ന കാര്യം സെറ്റ് ഔട്ട് ചെയ്തു അല്ലേ. ചില സമയത്ത് ഞാൻ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറയാറില്ല, നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണം കേട്ടോ. നോക്കിയേ, when are you setting out? എപ്പോഴാണ് നീ യാത്ര ആരംഭിക്കുന്നത്, എപ്പോഴാണ് നീ പോകുന്നത് അല്ലേ. ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ വിളിക്കില്ലേ, എപ്പോഴാണ് പോകണം, when are you setting out, when are you setting forth എന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റപ്പിൻ്റെ അർത്ഥം കൺസിഡേർഡ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലേ, സ്ഥാപിക്കുക പറയും അല്ലേ, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, കൺസ്ട്രക്ട് ചെയ്യുക, അതൊക്കെ അല്ലേ ഒരു കാര്യം. കൺസ്ട്രക്ട് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാമ്പോൾ ഇവിടെ എന്ന് പറയും അല്ലേ, ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഐ എം ഗോയിങ് ടു സെറ്റപ്പ് ആൻ ഓഫീസ് in my room, I'm going to set up a library in my house അല്ലേ. വീട്ടിലൊരു ഇത് ചെയ്യുമ്പോൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ, അതായത് സെറ്റപ്പ് ചെയ്യുക മീൻസ് നമ്മളൊരു കാര്യം ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ, അത്രയുള്ളൂ. എസ്റ്റാബ്ലിഷ് ചെയ്യുക, ദാറ്റ്സ് ദ ഫാക്ടറി വാസ് സെറ്റ് അപ്പ് ബൈ ഹിസ് അങ്കിൾ. ഫാക്ട് ഇതുപോലെ നമ്മൾ പറയില്ല, ഐ എം ഗോയിങ് ടു നോക്കുക ഒരു എക്സാമ്പിൾ പറയാം. Personal library in my home or my house. എൻ്റെ വീട്ടിൽ എൻ്റെ പേഴ്സണൽ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ പോകണം. യെസ്, വേറൊരു പറയാം. ഇറ്റ്സ് എ ബിസിനസ് സെറ്റപ്പ്. ഇതൊരു നൗണാ, അല്ലെങ്കിൽ ഇത് ഹൈഫനേറ്റഡ് അല്ലാതെ, ഹൈഫൻ ഇട്ടിട്ട് ഓർ ഹൈഫനേറ്റഡ് അല്ലാതെ ഒരുമിച്ച് കൂട്ടി എഴുതിയ നൗണ. ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഇറ്റ്സ് എ ബിസിനസ് സെറ്റപ്പ്. ഒരു ബിസിനസ് സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇതൊരു ബിസിനസ് സെറ്റപ്പാണ്. സെറ്റപ്പിൻ്റെ അർത്ഥം കൺസ്ട്രക്ഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊക്കെ ഉണ്ടേ. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ അല്ലേ, ഇങ്ങനെ ദിസ് സെറ്റപ്പ്, ഈ ഒരു സെറ്റപ്പ് ഞങ്ങൾ ഇന്നതിന് വേണ്ടി വെച്ചതാണ് എന്നൊക്കെ പറയും. അപ്പം സെറ്റപ്പ് ഒരു നൗണും ഉണ്ട്, അതെപ്പോഴും മനസ്സിലാക്കണം. സെറ്റപ്പിന് നൗണിന് ഫോർമുലേഷൻ ഉണ്ട്. അപ്പം ആ യൂസേജ് വരുമ്പോൾ ഇറ്റ്സ് എ നൗൺ എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. when it is hyphenated അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഗ്യാപ്പ് ഇട്ട് വരുമ്പോൾ ഇറ്റ്സ് എ ഫ്രേസൽ വേർബ്, അതൊരു വേർബാണ്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു കൺസിഡറേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചോളാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം, സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് എപ്പോഴും മാറിപ്പോകുന്നൊരു കാര്യമാണ്. സെറ്റ് ഓഫും സെറ്റ് ഔട്ടും സെറ്റ് ഫോർത്തും. സെറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ യാത്ര ആരംഭിച്ചു എന്നല്ല കേട്ടോ.
നമ്മൾ സെറ്റ് ഫോർത്ത് ചെയ്തു, സെറ്റ് ഔട്ട് ചെയ്തു, യാത്ര ആരംഭിക്കാം. അതേ സമയത്തുണ്ടല്ലോ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അറിയോ, തുടക്കം കുറിക്കുക. ടു സ്റ്റാർട്ട് എ സീരീസ് ഓഫ് ഈവൻസ്, അല്ലെ, ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുക, അതിനാണ് സെറ്റ് ഓഫ് ചെയ്യുക പറയാം. നമ്മളൊരു കാര്യം സെറ്റ് ഓഫ് ചെയ്തു മീൻസ് തുടക്കം കുറിക്കുക. ഒരു കാര്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു മീൻസ് ടു സ്റ്റാർട്ട് എ സീരീസ് ഓഫ് ഈവൻസ്, തുടക്കം കുറിക്കുക, സെറ്റ് ഓഫ് ചെയ്തു. പ്രൈവറ്റൈസേഷൻ ഹാസ് സെറ്റ് ഓഫ് ഇറ്റ്സ് വ്യൂസ് ഓൺ ലിബറലൈസേഷൻ ഓൺ ഫോറിൻ ട്രേഡ്. ശ്രദ്ധിച്ചോണേ, ചില വേർബുകളുടെ V1 V2 V3 ഒന്നാണ്. ഇപ്പൊ സെറ്റിന്റെ ആണെങ്കിൽ സെറ്റിന്റെ V1 സെറ്റാണ്, V2 സെറ്റാണ്, V3 സെറ്റ് തന്നെയാണ്, അല്ലെ. പുട്ട് പുട്ട് പുട്ട്, ഹിറ്റ് ഹിറ്റ് ഹിറ്റ്, സെറ്റ് സെറ്റ് സെറ്റ്, അതാണ്. ഹേർട്ട് 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 അവസാനം. ചില വേർബുകൾ അങ്ങനെയല്ല, സെറ്റിന് അങ്ങനെയാണ്. ലുക്കിന് അങ്ങനെയല്ല, ലുക്ക് ലുക്ഡ് ലുക്ഡ് ആണ്. വ്യത്യാസം മനസ്സിലായില്ല? അതുപോലെ. അപ്പൊ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചോണം. സെറ്റ് ഓഫ് എന്നതും സെറ്റ് ഔട്ട് അല്ലെ സെറ്റ് ഫോർത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരിക്കലും പറയില്ല വെർ ആർ യു, അല്ല വെൻ ആർ യു സെറ്റിംഗ് ഓഫ് എന്ന് പറയില്ല. നീ എപ്പോഴാ സെറ്റ് ഓഫ് ചെയ്യുന്നത്? ഇല്ല. വെൻ ഈസ് ദി എന്താ പ്രോഗ്രാം സെറ്റിംഗ് ഓഫ്, എപ്പോഴാ പ്രോഗ്രാം സെറ്റ് ഓഫ് ചെയ്യുന്നത്, പ്രോഗ്രാമിന്റെ പരിപാടികൾ എപ്പോഴാ തുടങ്ങണേ എന്ന് പറയാം. അല്ലെ പ്രോഗ്രാം യാത്ര ആരംഭിക്കുന്നത് എന്ന് പറയാം. വെൻ ആർ ദ പ്രോഗ്രാം, അല്ലെ സോറി, വെൻ ഇസ് ദ പ്രോഗ്രാം സെറ്റിംഗ് ഔട്ട്, അല്ലെ വെൻ ഇസ് ദ പ്രോഗ്രാം സെറ്റിംഗ് ഫോർത്ത് ചോദിക്കില്ല. ഇനി വരെ നമ്മൾ ചോദിക്കും വെൻ ഇസ് ദ പ്രോഗ്രാം സെറ്റിംഗ് ഓഫ്, എപ്പോഴാ പ്രോഗ്രാമിന് ഓരോ പരിപാടികൾ ആരംഭിക്കണേ എന്ന് ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് ഓർത്തു. തുടക്കം കുറിക്കുക, ആരംഭിക്കുക, ദാറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഇന്നത് നമ്മുടെ സെറ്റിംഗ് ഔട്ട്, ആ യാത്ര ആരംഭിക്കുക, ഇത് ഡിഫറെൻറ്റാണ്. അതുപോലെ സെറ്റ് അസൈഡ്. സെറ്റ് അസൈഡിന് രണ്ടർത്ഥമുണ്ട്. അലോക്കേറ്റ് ചെയ്യുക, ഒരു കാര്യം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഒരു സ്ഥലത്തിന്, അല്ലെ. ഇന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഇന്ന കാര്യം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്, ഇന്നത് മാറ്റി വെച്ചേക്കുവാണ്, ദാറ്റ് ഇസ് അലോക്കേറ്റ് ചെയ്യുക കേട്ടോ. ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുക, ദാറ്റ് ഇസ് അലോക്കേറ്റ്. സെറ്റ് അസൈഡ്. അപ്പോൾ സേവ് ഫോർ ലേറ്റർ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും സേവ് ഫോർ ലേറ്റർ, ഒരു കാര്യം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുക, സേവ് ഫോർ ലേറ്റർ. അതിന് അർത്ഥമുണ്ട് സെറ്റ് അസൈഡ് ഒരർത്ഥം. പിന്നെ സെറ്റ് അസൈഡിന് നമ്മുടെ ഒരു മീനിങ് ഉണ്ട്, ദാറ്റ് ഈസ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോറി സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക. സ്ട്രൈക്ക് ഡൗൺ സെറ്റ് അസൈഡ് ഒരു മീനിങ് വരുന്നത്. അതെന്താണെന്ന് പറയുമ്പോൾ ഈ മീനിങ്, ഈ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നുള്ള മീനിങ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയും ക്യാൻസൽ ചെയ്യുക, ഇൻവാലിഡേറ്റ് ചെയ്യുക, അനൽ ചെയ്യുക. എഴുതുള്ള അർത്ഥത്തിലാണ്. എഴുത്തുള്ള എല്ലാം എന്താ, അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം, ഇൻവാലിഡേറ്റ് ചെയ്യാം, അനൽ, അസാധുവാക്കുക എന്നൊക്കെ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കോർട്ട് വൊക്കാബുലറി ആയിട്ട് സെറ്റ് അസൈഡ് എപ്പോഴും ഉപയോഗിക്കും. അതാ നോക്കിയത്, എക്സാമ്പിൾ നോക്കി. അല്ലാതെ പിന്നത്തേക്ക് വേണ്ടി കോർട്ട് ഇത് മാറ്റി വെച്ചു എന്നർത്ഥമല്ല ഇത്. ഹൈക്കോർട്ട് സെറ്റ് അസൈഡ് ദ വേർഡിക്റ്റ് ഓഫ് ദ ലോവർ കോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്തോളും. ഇതല്ല നമുക്ക്, അല്ലെ, പല സമയം ലോവർ കോർട്ടിൽ ചില ഹൈക്കോർട്ടിൽ ഇടപെടും. ഹൈക്കോർട്ട് ചെയ്ത് തെറ്റാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഇടപെടാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ ഈ അർത്ഥം സെറ്റ് അസൈഡിന്റെ. അല്ലാതെ മറ്റേ സെറ്റ് അസൈഡിന് വേറെ അർത്ഥമുണ്ട്. അതായത് നോക്കിയേ, ഒരു എക്സാമ്പിൾ പറയാം. സെറ്റ് അസൈഡിന്റെ വേറെ അർത്ഥം വരുന്ന എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ദ ഗവൺമെന്റ് has set aside for the maintenance of the റോഡ്സ്, റോഡുകളുടെ പണികൾക്കായിട്ട് വേണ്ടി ഗവൺമെന്റ് ഇത്ര രൂപ സെറ്റ് അസൈഡ് ചെയ്തു, അലോക്കേറ്റ് ചെയ്തു, പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെ. എന്തെങ്കിലും ബഡ്ജറ്റ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട് സെറ്റ് അസൈഡ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടുള്ളൂ ഇപ്പോൾ കേട്ടോ. ബഡ്ജറ്റിന്റെ ഒക്കെ പ്രഖ്യാപന വേളയിൽ ഒക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് മറക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതൊന്ന് വായിക്കാനുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, ആ സെറ്റ് അസൈഡ് കേട്ടോ. ഇത് സെറ്റ് അസൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റി വെക്കുക എന്ന അർത്ഥത്തിൽ കേട്ടോ. ക്യാൻസൽ എന്നുള്ള കോഡ് വൊക്കാബുലറി ഉണ്ട്, അതല്ലാതെ ഈ ഒരു യൂസേജ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സെറ്റ് ആണല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം ഈ ഒരു യൂസേജ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്തത് പുൾ ത്രൂ.
പുൾ ത്രൂ. ഈ ഇടയ്ക്കാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുൾ ത്രൂ. വാട്ട് ഈസ് പുൾ ത്രൂ? റിക്കവർ ഫ്രം ഇൽനെസ്. പുൾ ത്രൂ ചെയ്തു അല്ലേ, ഒരു ഒരു ഇതിൽ നിന്ന് പുൾ ത്രൂ അവൻ ചെയ്തു. അതവൻ ഒരു നമ്മളൊരു അസുഖം ആയിട്ട് ഇങ്ങനെ അല്ല വയ്യായികയിൽ കിടക്കുന്ന ഒരാൾ പുൾ ത്രൂ ചെയ്ത് റിവൈവ് ചെയ്യാന്ന് പറയും. റിക്കവർ ഫ്രം സംതിങ് ഓർ റിവൈവ് ഫ്രം സം പ്ലേസ് അല്ലേ, സം പ്ലേസ് അല്ല ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ റിവൈവ് ചെയ്ത് വരുന്നതിനെ നമുക്കെന്ത് പറയാം, പുൾ ത്രൂ ചെയ്യുക, റിവൈവ് ചെയ്യുക അല്ലെ, പുനർജീവിക്കുക എന്നൊക്കെ അങ്ങനെയല്ല എൻ്റെ മലയാളത്തിൽ പറയാം ആ സാധനം. റിവൈവ് ഓർ റിക്കവർ ഫ്രം ഇൽനെസ്സിന് നമുക്ക് എന്താ പറയാം, പുൾ ത്രൂ. ഐ ഹോപ്പ് യു ഹാവ് കംപ്ലീറ്റ്ലി പുൾ ത്രൂ. എനിക്കൊന്ന് നീ കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയെന്ന് കേട്ടോ, ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്തെങ്കിലുമൊക്കെ അതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തായി അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസിലോട്ട് കൊണ്ടുപോകും, നമുക്ക് ക്ലിയർ ആവും. പിന്നെ പുൾ ഓഫ്. ഹൗ ഡിഡ് യു പുൾ ദറ്റ് ഓഫ്? എങ്ങനെടാ, എങ്ങനെ സാധിക്കുന്നതിനെ കൊണ്ട് അല്ലേ, നീ എങ്ങനെ അത് നേടിയെടുത്തു? ചില ആൾക്കാർ പറയില്ലേ അച്ചീവ് ചെയ്യുക, വിൻ ചെയ്യുക, നീ എങ്ങനെ അത് നേടിയെടുത്തു എന്നൊക്കെ ചോദിക്കും നമ്മൾ ആൾക്കാരോട് അല്ലേ. സക്സീഡ് ചെയ്യുക, അച്ചീവ് ചെയ്യുക, അക്കംപ്ലിഷ് ചെയ്യുക, വിൻ ചെയ്യുക, ട്രയംഫ് ചെയ്യുക, അങ്ങനെയൊക്കെ മീനിങ് ഉണ്ട്. നമുക്ക് ഹൗ ഡിഡ് യു പുൾ ദറ്റ് ഓഫ്? പുട്ടല്ലേ. ലാസ്റ്റ് ക്വാർട്ടറിൽ നീ എങ്ങനെയാണ് നേടിയെടുത്തു? നമ്മൾ ചില ഗെയിംസിൻ്റെ സമയത്ത് പറയില്ലേ, ഓ ഇനിയിപ്പം നടക്കില്ല അല്ലെ, ഇനിയിപ്പോൾ ജയിക്കില്ല, എൻ്റെ ജയിക്കില്ല, അല്ലെങ്കിൽ റെസ്ലിംഗ് കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെന്നീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ല, ഓരോ ഇതിലോട്ട് നമ്മൾ പറയുമ്പോൾ ഓ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല, ഓ ഇനിയിപ്പോൾ കൈവിട്ടു, ഇനിയിപ്പോൾ ഗെയിം വേറെ വഴിക്കോ ഇത് ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല, നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അപ്പോൾ എങ്ങനെ, ഹൗ ഡിഡ് യു പുൾ ദറ്റ് ഓഫ് ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ? എങ്ങനെ നീ അത് നേടിയെടുത്തു? ചില ആൾക്കാർ നമ്മൾ വിളിക്കില്ലേ ഇങ്ങനെ സാധിക്കണു ചോദിക്കില്ലേ, ആ സാധനം മനസ്സിലായോ? പുൾ ഓഫ് ആണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് അതിൻ്റെ ഇതാണ് കേട്ടോ. പുള്ളിന് നമ്മളിത് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് കൊടുത്തിട്ട് പറയുന്നതുകൊണ്ടാണ് പുൾ ദാറ്റ് ഓഫ്. അത് വരുമ്പോഴാണ് മീനിങ് ഫുൾ ആവും. അതുകൊണ്ടാണ് ഹൗ ഡിഡ് യു പുൾ ദാറ്റ് ഓഫ് ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ. അതുപോലെ ഇന്ത്യ പുൾഡ് ഓഫ് വിക്ടറി ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദ മാച്ച്. സി അത് അപ്പോൾ പുൾ ഓഫ് ഓർത്തിച്ചു, അക്കംപ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, അച്ചീവ് ചെയ്യുക, വിൻ ചെയ്യുക, ട്രയംഫ് ചെയ്യുക, സക്സീഡ് ചെയ്യുക, അങ്ങനെ 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 പോകും. ഓക്കെ, അതാണ് അർത്ഥം. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പുൾ ഡൗൺ. പുൾ ഓഫ് ചെയ്യുക പോലെ തന്നെയാണ് പുൾ ഡൗൺ എന്ന് പറയുന്നൊരു വാക്കുകൂടി ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഇസ് പുൾ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമോളിഷ് ചെയ്യുക. നമ്മളൊരു കാര്യത്തിന് നിലംപരിശാക്കുക എന്നൊക്കെ പറയില്ലേ, അല്ല അടിച്ചങ്ങ് നിലത്തിടുക, അടിച്ച് നിലത്തിടുക അല്ല, നമ്മളൊരു ബിൽഡിങ്ങിനെയൊക്കെ എസ്പെഷ്യലി ബിൽഡിങ്ങിന് പുൾ ഓഫ് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ പറയുന്നത് പുൾ ഓഫ് സോറി ഫോർ ദാറ്റ്, പുൾ ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്യുക, ഒരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതിനൊക്കെ നിലത്താക്കുക. ദ അതോറിറ്റി പുൾഡ് ദ ഷോപ്പിംഗ് കോംപ്ലക്സ് ഡൗൺ ഫോഴ്സ്ഫുള്ളി. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അതോറിറ്റി എന്ത് ചെയ്തു? പുൾ ഡൗൺ ചെയ്തു, ഡിമോളിഷ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ നമ്മൾക്ക് റേസ് ചെയ്യുക, അല്ലെ നിലംപരിശാക്കുക, അല്ലെങ്കിൽ വീഴ്ത്തുക എന്നൊക്കെ അർത്ഥത്തിൽ പറയും. പുൾ ഡൗൺ, ഡിമോളിഷ് അല്ലേ. അതുപോലെ നിലംപരിശ, അതാണ് എൻ്റെ അർത്ഥം. ഡിമോളിഷ് ഇതാക്കുന്നു, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിമോളിഷ് അല്ലേ, ആ സാധനം. അടുത്തത് പാസ് ഔട്ട്. പാസ് ഔട്ട് എന്താ? പാസ് ഔട്ട് ലീവ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എഡ്യൂക്കേഷൻ. പാസ് ഔട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ് ഔട്ടായി, ഇന്ന വർഷം പാസ് ഔട്ടായി അല്ലേ. ദ കാഡറ്റ്സ് വിൽ പാസ് ഔട്ട് നെക്സ്റ്റ് മന്ത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാഡറ്റ്സ് അടുത്ത മാസം പാസ് ഔട്ട് ആവും, അവരുടെ അല്ലേ പ്രോഗ്രാം കംപ്ലീറ്റ് ആവും, അത് പറയില്ലേ, അതാണ് പാസ് ഔട്ട് ചെയ്യാം. പാസ് ഔട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെയൊക്കെ എങ്ങനെ പാസ് ഔട്ട് ആയത് എനിക്ക് മാത്രം അറിയാം, അങ്ങനെയൊക്കെ നമ്മൾ അത് ഭയങ്കര റെഗുലർ ആയിട്ടുള്ള വൊക്കാബുലറി പെടുന്ന കുറച്ച് ഫ്രേസിൽ പോകുമ്പോൾ അങ്ങനെ കുറച്ച് വൊക്കാബുലറി ഉണ്ട് നമ്മുടെ റെഗുലർ വൊക്കാബുലറി പെടുന്നുണ്ട്, അത് നമുക്ക് അറിയാം അല്ലേ. ഈ പുൾ ഡൗണിന് വേറൊരു ഇതുകൂടെ കാണിച്ചാൽ ഫ്രേസിലും കൂടെ പരിചയപ്പെടുത്തരാം കേട്ടോ, അതിന് ചേരുന്ന പുൾ ഡൗണിൻ്റെ ഇതാ ടയർ ഡൗൺ. ടയർ ഡൗൺ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതും ഡിമോളിഷ് ചെയ്യാൻ തന്നെ അർത്ഥം. നിലംപരിശാക്കുക അല്ലേ, ഒരു ബിൽഡിങ്ങിനൊക്കെ നമ്മൾ നിലംപരിശാക്കുന്ന ടയർ ഡൗൺ ചെയ്യാം. ഡോണ്ട് ടയർ ഡൗൺ ദാറ്റ് വോൾ. ആ വോൾ വെറുതെ ഇടിച്ച് നിരത്തല്ലേ അല്ലേ, ബുൾഡോസറൊക്കെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്താന്നൊക്കെ പറയും, ടയർ ഡൗൺ ചെയ്യുക. സെയിം മീനിങ് ആണേ, സെയിം മീനിങ്, സിമിലർ മീനിങ് സാധനം.
ടയർ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് പറയും, റേസ് ചെയ്യുക അല്ലേ, ഡിസ്ട്രോയ് ചെയ്യുക, ഡിമോളിഷ് ചെയ്യുക, ഫെല്ല് ചെയ്യുക, നിലംപരിശാക്കുക, ഫ്ലാറ്റൻ, നിലത്ത് വീഴ്ത്തുക അല്ലേ, അങ്ങനെ ഇടിച്ചു വീഴ്ത്തുക പറയും. നമ്മൾ ഓർക്ക് മനസ്സിലായി, ഒരു കൺസ്ട്രക്ഷൻ ഇടിച്ചു വീഴ്ത്തുന്നതിനാണ് ടയർ ഡൗൺ എന്ന് പറയുക. സെയിം മീനിങ് ആ പുൾ ഡൗൺ. റേസ്, ഫെൽ, ടയർ ഡൗൺ, പുൾ ഡൗൺ എല്ലാം ഒന്ന് സാധനം തന്നെ. ഓക്കെ, ഓർത്ത് വെച്ചോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പാസ് ഔട്ട് എത്തി. ഇനി പാസിന് അടുത്ത് നോക്കാം. പാസ് ത്രൂ. പാസ് ത്രൂ, ഗോ ത്രൂ, അണ്ടർഗോ ചെയ്യുക അല്ലേ, ഒരു കാര്യത്തിലൂടെ കടന്നു പോവുക, എൻഡ്യൂർ ചെയ്യുക, ഒരു കാര്യം സഹിക്കുക, ദാറ്റ് ഇസ് പാസ് ത്രൂ. ഹീസ് പാസിംഗ് ത്രൂ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് റീസെൻ്റ്ലി. ഈ ഇടയായിട്ട് അവൻ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെ കടന്നു പോവാണ് അല്ലേ, ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെ കടന്നു പോവാണ്. ഹീസ് പാസിംഗ് ത്രൂ, കടന്നു പോവുക അല്ലേ. വി in a minute or in a second or in a few minutes we are passing through the jungle. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കൊരു കാട്ടിലോട്ട് കടന്നു കേട്ടോ. അത് ലിറ്ററലി ആ അർത്ഥമുണ്ട് കേട്ടോ. വി ആർ പാസിംഗ് ത്രൂ എ ടണൽ. നമ്മൾ ഈ മെട്രോയിലൊക്കെ പോകുമ്പോഴേ, മെട്രോ അണ്ടർഗ്രൗണ്ട് സബ്വേക്കൂടെ ഒക്കെ പോകുമ്പോൾ അറിയാം, ടണലിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില ഏരിയ ഇങ്ങനെ ഓപ്പൺ ഏരിയയിലൂടെ പോയി കഴിഞ്ഞിട്ട്, സബ്വേ അല്ല, സബ്വേ ഒക്കെ പുറത്തല്ലേ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ചില ഏതാ ചില ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ടണലിലൂടെ കടന്നു പോകുന്ന ട്രെയിൻസ് ഉണ്ട്. കടന്നു പോകുക, അതാണ് കേട്ടോ അർത്ഥം പാസ് ത്രൂ. ദാറ്റ്സ് ഇറ്റ്. വി ആർ പാസിംഗ് ത്രൂ, ഇന്നതിലൂടെ നമ്മൾ കടന്നു കൂട്ടോ. വി ആർ പാസിംഗ് ത്രൂ ദിസ്. ഐ വാസ് ജസ്റ്റ് പാസിംഗ് ത്രൂ, ഞാൻ ജസ്റ്റ് കടന്നു പോകുന്നതിൽ കൂടെ, ജസ്റ്റ് അങ്ങ് കാഷ്വലി പാസ് ത്രൂ, ദാറ്റ്സ് ഇറ്റ്. അതിനും അർത്ഥമുണ്ട് കേട്ടോ. പാസ് ത്രൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥമുണ്ട്, ജസ്റ്റ് കടന്നു പോവാം. ഒരു എന്താ പറയുക ഇൻറ്റൻഷനലി അല്ല, ചുമ്മാ അങ്ങ് കടന്നു പോവാം. എൻ്റെ ഒരു കറക്റ്റ് ഇത് പറഞ്ഞുതരാം. ജസ്റ്റ് ട്രാൻസിറ്റ് ചെയ്യാം, പാസ് ഓവർ ചെയ്യാം. ചുമ്മാ പാസ് ഓവർ ചെയ്യുക, ട്രാൻസിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ അർത്ഥം ഉണ്ടായി. ചുമ്മാ കടന്നു പോവുക ഒരർത്ഥം കൊണ്ടിട്ട്. എക്സാമ്പിളാണ് ശരിയുണ്ട്. പിന്നെ പാസ് ത്രൂ എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് ഉണ്ടേ, അത് മറക്കാം. ഫ്രേസൽ വേർബ് എന്ന് ഇതുണ്ടാവേ, നൗണും ഉണ്ടേ. ഓക്കെ, ഞാൻ പാസിംഗ് ത്രൂൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. We were just passing through. ഞങ്ങൾ ചുമ്മാ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോവായിരുന്നു. So here come and say ചുമ്മാ പാസ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ തോന്നുന്നു ഒന്ന് കണ്ട് ഹലോ പറയാം. നമ്മൾ ചില ആൾക്കാർ അല്ലേ കാണുമ്പോൾ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ കാണുമ്പോഴേക്കും നമ്മൾ പറയില്ലേ, ചുമ്മാ ഇതിലൂടെ പോയിരുന്നു, അപ്പോൾ കണ്ടതന്നേ ഉള്ളൂ, അപ്പോൾ ഒരു ഹായ് പറയാൻ വേണ്ടി ഇറങ്ങിയതാ എന്നൊക്കെ പറയില്ലേ. ചുമ്മാ കാറൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് ആൾക്കാരെ കാണുമ്പോൾ, വഴി ഇതിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ, നമ്മൾ നാട്ടിൽ കാണില്ലേ, ഓർ സൈക്കിളിൽ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഒക്കെ ചേറില്ലേ ആ സാർ. അടുത്തത് ഈസ് പാസ് ഓഫ്. എന്താണ് പാസ് ഓഫ്? പാസ് ഓഫിൻ്റെ അർത്ഥം സോറി, ടേക്ക് പ്ലേസ്, ഹാപ്പൻ, ഒക്കർ ചെയ്യുക, ഒരു കാര്യം നടക്കുക, നല്ലൊരു കാര്യം നടക്കുക, ഒക്കെ സംഭവിക്കുക. ഹാപ്പൻ, ഒക്കർ, ടേക്സ് പ്ലേസ്, അതിനാണ് പാസ് ഓഫ് എന്ന് പറയുന്നത്. ദി ഇലക്ഷൻസ് ആർ ലൈക്ലി ടു പാസ് ഓഫ് പീസ്ഫുള്ളി. എനിക്കൊന്ന് ഇലക്ഷൻസ് ഒക്കെ നല്ല പീസ്ഫുൾ ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നു എന്ന് പറയും നമ്മൾ. അത് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാവേ. വരുന്ന രീതി പറഞ്ഞുതരാം. The accident took place last summer.
replace the underlined with a suitable substitute. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓപ്ഷൻ എ set off, option B cut off, option C pass through, option D pass off. Take place എന്ന് പറയുന്നില്ല, the accident occurred, the accident happened ഒക്കെ വരും. അപ്പോൾ നമുക്ക് മീനിങ് അറിയാമെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഫ്രേസിലോ കൊടുക്കാം. സെറ്റ് ഓഫ് ആണോ? സെറ്റ് ഓഫ് നമ്മൾ പറഞ്ഞു, സെറ്റ് ഓഫ് മീൻസ് സ്റ്റാർട്ട് എ ജേർണി അല്ലെ, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. കട്ട് ഓഫ് ആണെങ്കിൽ വിച്ഛേദിക്കുക അല്ലെ, നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്ന കട്ട് ഓഫ് ദ ടൈസ് എന്ത് ചെയ്യാണ്, നമ്മളൊരു കാര്യത്തിൽ കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മളതിനെ അങ്ങനെ ഇല്ലാണ്ടാക്കുകയാണ്, വിച്ഛേദിക്കുക പറയും, കട്ട് ചെയ്യാണ്. എല്ലാ ഇതിനെയും അങ്ങ് എന്താ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത്. കട്ട് ഓഫ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്, ഒരു ഇത് ടൈസ് ഒക്കെ കട്ട് ഓഫ് ചെയ്യുന്നു, റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യുന്നു, എൻഡ് ചെയ്യുക അങ്ങനെ ഒരു അർത്ഥത്തിലൊക്കെ പറയും കട്ട് ഓഫ്. പാസ് ത്രൂ അണ്ടർഗോ ചെയ്യാന്ന് പറയും, പിന്നെ ട്രാൻസിറ്റ് ചെയ്യുക, അതിൽ കൂടെ കടന്നു പോവുക പറയും. രണ്ട് കടന്നു പോകണം, മലയാളത്തിൽ കടന്നു പോകാൻ രണ്ടർത്ഥമുണ്ട്. ഒന്ന് കടന്നു പോവുക, ഒരു കാര്യം അനുഭവിക്കുക, അതുപോലെ മറ്റേ കടന്നു പോവുക, മൂവിങ്, പാസിങ് ഓവർ, മൂവിങ് ഓവർ ആ തരം. അടുത്ത് പാസ് ഓഫ്, ടേക്ക് പ്ലേസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം നമ്മളെ കൊണ്ട് കേട്ടോ. പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം ഇങ്ങനെ കാര്യങ്ങൾ. ഇതാ കാണാമല്ലോ അല്ലേ, കാണാമല്ലോ. അടുത്ത് നോക്കാം, പാസ് അവേ. എന്താ പാസ് അവേ? പാസ് അവേ വളരെ കോമൺ ആയിട്ടൊരു വേർഡാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പറയല്ലേ, മരിക്കുക, മരിച്ചു പോവുക, എക്സ്പയർ ചെയ്യുക, പാസ് അവേ, അതാണ്. പാസ് അവേ എന്ന് പറയുന്ന ഫ്രേസിൽ പിന്നെ യൂഫമിസം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് എ യൂഫമിസം. എന്താ യൂഫമിസം എന്ന് പറഞ്ഞാൽ? യൂഫമിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഇത് പറയില്ലേ, എന്താ പറയുക, ഒരു കാര്യം, ഒരു അൺപ്ലസൻറ്റ് കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ, അതിൻ്റെ കാര്യം പറയാം, ഒരു അൺപ്ലസൻറ്റ് കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോഴേ നമുക്ക് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടെ കട്ടി കുറച്ചുകൂടെ അതിൻ്റെ സട്ടിലാക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂഫമിസം. പാസവേ ഒരു യൂഫമിസമാണ്. യൂഫമിസം നമ്മളതിനെ കട്ടി കുറച്ച് പറയുകയാണ്, ഒരു എന്താ പറയുക, കുറച്ചുകൂടെ സിംപ്ലർ ആക്കി ആൾക്കാരുടെ മുമ്പിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് യൂഫമിസം എന്ന് പറയാം. മരിച്ചു അല്ലെങ്കിൽ ചത്തു എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മളത് ഡൈ എന്ന് പറയുന്നതിന് പകരം പാസ് അവേ എന്ന് പറയാറ് അല്ലേ. ഹി പാസ്ഡ് അവേ, അയാൾ മരിച്ചു എന്ന് പറയും. അതുപോലെ എക്സ്പയർ ചെയ്യുക, സെയിം അല്ലേ. ഇംഗ്ലീഷുകാരൊക്കെ തന്നെ പാസ് അവേ അല്ലെങ്കിൽ എക്സ്പയർ എന്നാണ് പറയാം. ഓൺ ദ പാസിംഗ് അവേ ഓഫ് ഹിസ് ഫാദർ ഐ സെൻഡ് എ മെസ്സേജ് ഓഫ് കൺഡോളൻസ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വേർഡ്സ് ആയി പറഞ്ഞ പാസവൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ആരിലൊക്കെ മരിച്ചു പോയെന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി ഡെലിക്കേറ്റ് ആയിട്ട് ആ ഒരു സട്ടിൽ വേ ഓഫ് എക്സ്പ്രസിങ് സംതിങ് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സട്ടിൽ വേ ഓഫ് എക്സ്പ്രസിങ്, വളരെ സട്ടിൽ വേ ഓഫ് എക്സ്പ്രസിങ് harsh reality or expressing something harsh. എന്തെങ്കിലും ഹാർഷായ ഒരു കാര്യം, ശരിക്കും ഹാർഷാണ്, ഒരാളുടെ മരണം എന്ന് പറയുന്നത് ഹാർഷായ കാര്യമാണ്. ആ ഹാർഷ് ട്രൂത്ത്സിനെയോ ഹാർഷ് റിയാലിറ്റിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക സട്ടിലായിട്ട്, ഒരു എന്താ പറയുക തന്മയത്വത്തോടെ മറ്റുള്ളവരിലോട്ടൊരു ഡെലിക്കേറ്റ് ആയിട്ട് സിംപ്ലറായിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിനാണ് യൂഫമിസം പറയാം. യൂഫമിസം കഴിഞ്ഞ യൂഫമിസം ആർട്ടിക്കിൾ പഠിച്ച സമയത്ത് പറഞ്ഞേ യൂഫമിസം, ഇറ്റ്സ് എ യൂഫമിസം. പാസ് അവേ ഇസ് എ യൂഫമിസം കേട്ടോ. പാസ്ഡ് അവേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതാണ് ഇത് നമ്മൾ വേറൊരു ഇത് പറയില്ലേ, പാസ്റ്റ് അവേക്ക് ഒരു ഇത് പറയില്ലേ, എന്താണ്, കിക്ക് ദ ബക്കറ്റ്. മരിച്ചു എന്ന് പറയുന്നതിന് ഉള്ളൊരു ഇതാണ്, ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ്. അത് ഇഡിയം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഇപ്പോൾ ഫ്രേസൽ വേർബ്സ് ഏകദേശം നമ്മൾ കവർ ചെയ്ത് നമുക്കിപ്പോൾ അല്ല ഏകദേശം അല്ലേ. ഫ്രേസൽ വേർബ്സ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഉണ്ട് നമുക്കതിൽ. ചിലത് നമുക്ക് പെട്ടെന്ന് കത്താൻ ഭയങ്കര ഇതാണ്, പക്ഷേ ചിലത് നമുക്ക് പെട്ടെന്ന് ഒത്തും. പിന്നെ ഇറ്റ് ടേക്സ് ടൈം. പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ടൈം എടുത്ത് നമുക്കത് മനസ്സിലാക്കി പഠിച്ചെടുക്കും. കാരണം ഫ്രേസൽ വേർബ് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് കുറച്ച് സെറ്റ് നമ്മൾ നോക്കി, അടുത്ത് നമുക്ക് സെറ്റുകൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഫൈനലിക്ക് വരുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ അധികം നോക്കാം. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.